എൻ്റെ നല്ലയമ്മ. താമരശ്ശേരി രൂപതയിലെ പുല്ലൂരാമ്പാറ സെന്റ് ജോസഫ് ചർച്ച് ഇടവകാംഗമായ കിഴക്കേപ്പറമ്പിൽ മോളി ജോർജ് പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥ ശക്തി തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ്. ബാല്യത്തിൽ പകർന്നു കിട്ടിയ മരിയൻ വിശ്വാസം പിന്നീട് തൻ്റെ കുടുംബത്തിൻ്റെ അടിത്തറയായി മാറിയതും അതുവഴി തൻ്റെ ഭവനത്തിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവാനുഗ്രഹങ്ങളെക്കുറിച്ചും ചേച്ചി നമ്മോട് പങ്കുവയ്ക്കുന്നു. എൻ്റെ കുഞ്ഞുനാളിൽ എനിക്ക് മാതാവിനെക്കുറിച്ച് പറഞ്ഞു തന്നത് എൻ്റെ വല്യച്ചാച്ചനായിരുന്നു. എൻ്റെ വല്യച്ചാച്ചനെ ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നത് പാപ്പ എന്നായിരുന്നു. ഈ പാപ്പൻ്റെ നന്മ നിറഞ്ഞ പറയുമേ എന്നുള്ള പ്രാർത്ഥന കേട്ടുകൊണ്ടായിരുന്നു വെളുപ്പിന് ഞങ്ങൾ എഴുന്നേറ്റ് വരുന്നത് തന്നെ. അതുപോലെ തന്നെ സന്ധ്യാസമയത്ത് കൃത്യം എന്തെല്ലാം കാര്യങ്ങളുണ്ടെങ്കിലും സന്ധ്യാപ്രാർത്ഥന കൃത്യം നടത്തണമെന്നുള്ളത് ഞങ്ങളുടെ പാപ്പൻ്റെ ഏറ്റവും വലിയ നിർബന്ധമായിരുന്നു. ഞങ്ങൾ തറവാട്ടിലായിരുന്നു, ഞങ്ങളുടെ കൂടെയായിരുന്നു ഞങ്ങളുടെ പാപ്പൻ താമസിച്ചുകൊണ്ടിരുന്നത്. എപ്പോഴും മാതാവിനെക്കുറിച്ച് പാപ്പൻ പറഞ്ഞു തരുമായിരുന്നു. അതുപോലെ പള്ളിയിൽ പോകുമ്പോഴെല്ലാം അത് മാതാവിൻ്റെ നാമത്തിലുള്ളതായിരുന്നു അന്ന് ഞങ്ങളുടെ പള്ളിയെ. മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിച്ചോണം, ഏത് അപകട സമയത്തും എന്ത് കാര്യങ്ങൾക്കും ഏത് ദുഃഖ സമയത്തും മാതാവിനെ വിളിച്ചാൽ മതിയെന്ന് കുഞ്ഞു നാളിലെ ഞങ്ങളുടെ പാപ്പൻ പറഞ്ഞു തരുമായിരുന്നു. അതുപോലെ തന്നെ വലിയ മാതാവിൻ്റെ ഭക്തനായിരുന്ന ഞങ്ങളുടെ പാപ്പൻ ഒരു മണക്കമാസം വീടലിൻ്റെ ദിവസമാണ് ഞങ്ങളുടെ പാപ്പൻ മരിക്കുന്നതും. അത് ആ പാപ്പൻ ഞങ്ങളെ അങ്ങനെ ചെറുപ്പം തൊട്ടേ കാണിച്ചു തന്നുകൊണ്ട് എപ്പോഴും കൊന്ത ചെല്ലാനും പ്രാർത്ഥിക്കാനും കുഞ്ഞുനാൾ തൊട്ട് പ്രേരണ കിട്ടി. അങ്ങനെ ഒരു ദിവസം ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ചാച്ചൻ പെട്ടെന്ന് മരണപ്പെട്ടു പോയി. ആ ഷോക്കിൽ എൻ്റെ അമ്മച്ചി ബോധം കേട്ട് കോഴിക്കോട് ജില്ലയിൽ കോക്കലൂർ എന്ന ആശുപത്രിയിൽ 3 ദിവസം അബോധാവസ്ഥയിലായിരുന്നു. പിന്നെ കിട്ടുന്ന വിവരം അമ്മച്ചി മരിച്ചു എന്നുള്ളതായിരുന്നു. അന്ന് ഞാൻ കാറ്റിളമല 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൻ്റെ വരാന്തയിൽ നിന്ന് ടീച്ചർമാർ തമ്മിൽ പറയുന്നു, ആ മക്കളുടെ അപ്പനും അമ്മയും നഷ്ടപ്പെട്ടല്ലോ എന്ന്. അത് കേട്ട സമയത്ത് ഞാൻ അവിടെ നിന്നും ഇറങ്ങി ഓടി. കാറ്റിളമല സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു പള്ളി. ആ പള്ളിയിലേക്ക് ഓടി ചെന്ന് മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, അമ്മേ എൻ്റെ അമ്മച്ചിയെ എനിക്ക് ജീവനോടെ തിരിച്ചു തരണം, എൻ്റെ അമ്മച്ചിയെ കൊണ്ടുപോകല്ലേ എന്നും പറഞ്ഞ് ഞാൻ വാവിട്ട് കരഞ്ഞു. ആ സമയത്ത് ഇപ്പോൾ തന്നെ അമ്മച്ചിയുടെ ബോഡി നാട്ടിലേക്ക് കൊണ്ടുവരുന്നായിരുന്നു അവിടെ കിട്ടിയ വിവരങ്ങൾ. എന്നാൽ ആ സമയത്ത് തന്നെ എൻ്റെ അമ്മ ഈശോയുമായിട്ട് കോക്കലൂർ ആശുപത്രിയിൽ ചെന്നു. എൻ്റെ അമ്മച്ചിക്ക് ജീവൻ കൊടുത്തു. ഇന്ന് 70 വയസ്സായ അമ്മച്ചി ഇന്നും കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് ജീവനോടെ ഇരിപ്പുണ്ട്. അങ്ങനെ അമ്മ ഓരോ നിമിഷങ്ങളിലും എൻ്റെ കൈ പിടിച്ച് എന്നെ കൊണ്ടു നടക്കുകയായിരുന്നു. മാതാവ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത വേറൊരു സംഭവമാണ് ഞാനിപ്പോൾ പറയുന്നത്. എൻ്റെ ആങ്ങളയുടെ മകളുടെ കുഞ്ഞ്, അവൾ ഗർഭിണിയായിരുന്നു. എന്നാൽ ഗർഭിണി മാസം തികയുന്നതിന് മുമ്പ് തന്നെ വയറ്റിൽ കുഞ്ഞിന് അനക്കമില്ലാതായി. എത്രയും പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്ത് കൊച്ചിനെ എടുക്കണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അങ്ങനെ ഈ ജപമാലയുടെ സമയത്ത് ഈ ഒക്ടോബർ മാസം തന്നെയാണ് ആ കുഞ്ഞിനെ മാസം തികയാതെ തന്നെ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു, ഓപ്പറേഷൻ ചെയ്തെടുക്കാൻ. അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർമാർ വന്ന് ഈ എൻ്റെ നാത്തൂനോട് പറഞ്ഞു, ആ കൊച്ചു മരിച്ചേ കിട്ടുകയുള്ളൂന്ന്. എൻ്റെ നാത്തൂൻ എന്നോട് കരഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞു, മോളിയാൻറ്റി നമ്മുടെ കുഞ്ഞ് മരിച്ചു പോകുന്ന ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. അഥവാ ജീവൻ ഉണ്ടെങ്കിൽ തന്നെ പലതരത്തിലുള്ള അംഗവൈകല്യത്തോടെ വരുന്നതെന്നുള്ളത്. എന്നാൽ ഞാൻ എൻ്റെ നാത്തൂനോട് പറഞ്ഞു, നമ്മുടെ കുഞ്ഞിന് ഒന്നും സംഭവിക്കില്ല, ഒരു മരണവും സംഭവിക്കില്ല, ഒന്നുമില്ല. ജീവനുള്ള പൂർണ്ണ ആരോഗ്യമുള്ള കുഞ്ഞിനെ പരിശുദ്ധ അമ്മ നമുക്ക് നൽകും. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അമ്മ പൊക്കോളും. അവർ ഡോക്ടർമാർ അവിടെ ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ നമ്മുടെ അമ്മയാണ് കൊച്ചിന് ജീവൻ കൊടുക്കുന്ന. അമ്മ ഈശോയും കൊണ്ട് അവിടെ ചെന്നോളൂ, ഒരു കുഴപ്പവും വരികയില്ല. ഞാനിവിടെ ഇരുന്ന് കൊന്ത ചെല്ലാൻ തുടങ്ങി. അവരോടും അവിടെ ഇരുന്ന് കൊന്ത ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഇരുന്ന് കൊന്ത ചൊല്ലി ഞാൻ അമ്മയോട് പറഞ്ഞു, ബെരാനിയെ അമ്മേ, ആ കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യത്തോടെ ഞങ്ങൾക്ക് തരണം, മരിച്ചൊരു കൊച്ചിനെ ഞങ്ങൾക്ക് കാണണ്ടെന്ന് ഞാൻ പറഞ്ഞത്. പൂർണ്ണ ആരോഗ്യത്തോടെ തരണം അമ്മയെ, ഞാൻ ഇവിടെ ബെരാനിയയിൽ പരിശുദ്ധ അമ്മയ്ക്ക് അടിമ വെച്ചോളാമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു.
അങ്ങനെ ആ ഓപ്പറേഷൻ കഴിഞ്ഞ് കുഞ്ഞിനെ കൊണ്ട് തരുന്ന സമയത്ത് കൊച്ചിനൊരു കുഴപ്പങ്ങളുമില്ല. ഡോക്ടർമാർ വീണ്ടും വീണ്ടും എല്ലാ ടെസ്റ്റുകളും സ്കാനിങ്ങും എല്ലാം നടത്തി അവർ പറഞ്ഞ ഒരു കുഴപ്പങ്ങളും കൊച്ചിനില്ല. പൂർണ്ണ ആരോഗ്യത്തോടെ ഞങ്ങളുടെ കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ലാതെ കുഞ്ഞിനെ കിട്ടി. ഡോക്ടർമാർ വീണ്ടും എല്ലാ ടെസ്റ്റുകളും നടത്തി കൊച്ചിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കാൻ. എന്നാൽ യാതൊരു കുഴപ്പവുമില്ലാതെ കുഞ്ഞിനെ അമ്മ ഞങ്ങളുടെ കയ്യിൽ തന്നേൽപ്പിച്ചു. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ പിടിച്ച് നടക്കുന്നവരെ അവൾ സംരക്ഷിക്കും എന്ന് പറഞ്ഞു തരുന്ന അനുഭവങ്ങളാണ് ഈ ജീവിതം മുഴുവൻ. മരണത്തിലേക്ക് നയിക്കാവുന്ന നിരവധി സന്ദർഭങ്ങളിൽ പരിശുദ്ധ അമ്മ ചേർത്ത് പിടിച്ച അനുഭവങ്ങൾ മോളിച്ചേച്ചി ഓർത്തെടുക്കുന്നു. എൻ്റെ ജീവിതത്തിൽ മാതാവ് ചെയ്ത ഒരു അത്ഭുതമാണ് ഞാനിവിടെ പറയുന്നത്. ഞാൻ കാറ്റുളമല എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര എന്ന സ്ഥലത്തായിരുന്നു ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല ഇടിയും മഴയുള്ള ഒരു മഴക്കാലത്തായിരുന്നു. അന്ന് കുരാച്ചുണ്ടിൽ നിന്ന് ഞാൻ തിരിച്ചു പോരുന്ന സമയം, കുരാച്ചുണ്ടിൽ നിന്നും കാറ്റിളമലയ്ക്കുള്ള ബസ് അന്ന് കുരാച്ചുണ്ടിലോട്ട് എത്തില്ല. അത് കൈതക്കൊല്ലി പാലം കടന്നു പോകണം. അന്നത്തെ കാലത്ത് ഒരു തടിപ്പാലമായിരുന്നു അത്. ആ പാലത്തെ കൂടെ ഞാൻ പോരുന്ന സമയത്ത് എപ്പോഴും കൊന്ത ചൊല്ലിക്കൊണ്ടായിരുന്നു പോരുന്നത്. അപ്പോൾ ആ കൈവിരിയിൽ പിടിച്ചുകൊണ്ട് പോരുന്ന സമയത്തും എൻ്റെ കയ്യിൽ കൊന്തയുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരൊറ്റ ഇടിയായിരുന്നു. ആ ഇടിയുടെ സമയത്ത് ഞാൻ എൻ്റെ അമ്മയെന്ന് പറഞ്ഞ് കാറി. ആ കാറിയ സമയത്ത് ഞാൻ കാണുന്നത് ലൈൻ കമ്പിക്കെല്ലാം തീ പിടിച്ച് ഇങ്ങനെ തീ എൻ്റെ മേത്തോട് ചാടുകയാണ്. എൻ്റെ ചുറ്റിനും തീയാണ് ചാടിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ആ ആൾക്കാർ ബസ്സിൽ നിന്നും അവർ കാണുന്നുണ്ടായിരുന്നു. ബസ്സിലുള്ള ആൾക്കാരും അതുപോലെ അവിടെ ഒരു മില്ലുണ്ടായിരുന്നു, അവിടെയുള്ള ആൾക്കാരെല്ലാം ഇത് കാഴ്ച കാണുന്നുണ്ട്. ഇവരെല്ലാം ഓടിപ്പാഞ്ഞ് വന്ന സമയത്ത് ഇവർ വരുമ്പോൾ എനിക്ക് ഒന്നും സംഭവിച്ചു. ഞാൻ മരിച്ചു പോയെന്ന് അവരെല്ലാം ഓർത്തത്. കരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ അവരൊക്കെ ഓർത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ തീ എൻ്റെ ചുറ്റിനും ഉണ്ടെങ്കിലും എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. പരിശുദ്ധ അമ്മയുടെ കാപ്പയ്ക്കുള്ളിൽ എന്നെ പൊതിഞ്ഞ് പിടിച്ചു. ഞാൻ പേരാമ്പ്ര കോളേജിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. എല്ലാ ദിവസവും പതിവായിട്ട് ഞാൻ പോയിക്കൊണ്ടിരുന്ന ബസ് ഞാൻ എത്തിയിട്ടില്ലെങ്കിൽ പോലും അവർ ഓണടിച്ച് നോക്കി നിൽക്കുമായിരുന്നു. അങ്ങനെ എന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ബസ്സാണ്. എന്നാൽ ഒരു ദിവസം എന്നെ നേരിൽ കണ്ടിട്ട് ഞാൻ വെയിറ്റിംഗ് ഷെഡിൽ എത്തിയതായിരുന്നു. എന്നിട്ട് പോലും എന്നെ കയറ്റാതെ ആ വണ്ടി കടന്നുപോയി. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അന്ന് ജീസസ് യൂത്തിൽ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിന് എന്തോ പദ്ധതിയുണ്ട്, അത്രമാത്രം ഓർത്തു ആ വെയിറ്റിംഗ് ഷെഡിൽ കയറി ഇരുന്ന് കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നു. കുറേ സമയം കഴിഞ്ഞപ്പോഴാണ് അടുത്ത ബസ് വന്നത്. അടുത്ത ബസ് വന്ന് ആ ബസ് ഇതിന് മുമ്പ് പോയ ബസ് പോയ വഴി കൂടെ അല്ല അത് പോകുന്നത്. അത് കുരാച്ചുണ്ടിൽ എത്തുന്ന വട്ടച്ചിറ എന്ന് പറയുന്ന സ്ഥലത്തൂടെയാണ് അത് പോകുന്നത്. ഞാൻ കുരാച്ചുണ്ടിൽ ചെന്നു. അവിടെ നിന്ന് എനിക്ക് പേരാമ്പ്രയ്ക്ക് ബസ് കിട്ടി. ഞാൻ അവിടെ നിന്ന് എൻ്റെ കോളേജിലേക്ക് പോവുകയും ചെയ്തു. എന്നാൽ എൻ്റെ മുന്നിൽ ആദ്യം പോയി എന്നെ എന്നും കയറ്റിക്കൊണ്ട് പോകുന്ന ആ ബസ് പതിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ആക്സിഡൻ്റ് ഉണ്ടായി. എന്നാൽ കുറേ പേർക്ക് അതിലുണ്ടായിരുന്ന മുഴുവൻ തന്നെ ആൾക്കാർക്കും ഗുരുതരമായ പരുക്കളുണ്ടാവുകയും 2-3 പേരും മരണപ്പെടുകയും ചെയ്തു. എല്ലാവരും ആശുപത്രിയിലായി. ഉടനെ എൻ്റെ വീട്ടിൽ വിവരങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പം വീട്ടിലെല്ലാവർക്കും അറിയാം ഞാൻ എന്നും പോകുന്ന ബസ്സാണെന്നുള്ളത്. പക്ഷെ അപ്പോൾ എൻ്റെ അമ്മച്ചി ഒരു വാക്ക് പറഞ്ഞു, മോളി പരിശുദ്ധ അമ്മയുടെ ഓമനപുത്രിയ, അവൾക്കൊന്നും വരികയില്ല. കുടുംബക്കാരെല്ലാം എല്ലാ ആശുപത്രികളിലും അന്വേഷിച്ചു. ഞാൻ ഏത് ആശുപത്രിയിലാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നാൽ ഒരിടത്തും ഞാനില്ല. അത് കഴിഞ്ഞ് അവസാനം എൻ്റെ കോളേജിൽ പ്രിൻസിപ്പളിനെ വിവരം അറിയിച്ചു. അന്നത്തെ കാലഘട്ടങ്ങളിലൊക്കെ ഒരു ഫോൺ പോലും ഇല്ലാത്ത സമയങ്ങളാണ്. അവിടെ വിവരം അറിയിച്ചു മോളി ഇന്ന് എത്തിയിട്ടുണ്ടോയെന്ന്. അപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു മോളി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. കുറച്ച് താമസിച്ചാണ് വന്നത്, ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പ്രിൻസിപ്പളിനോട് അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പ്രിൻസിപ്പൾ എന്നെ ഓഫീസ് റൂമിലേക്ക് വിളിച്ചു. നീ ഇന്ന് എങ്ങനെ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വന്നത് എന്നെ എല്ലാ ദിവസവും കൊണ്ടുവരുന്ന ബസ് ഇന്ന് കയറ്റാതെ പോയെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് അത് കഴിഞ്ഞ് വന്ന ബസ് വട്ടച്ചിറ വഴി കൂടെ പോകുന്ന ബസ്സിനാണ് ഞാൻ കുരാച്ചിലെത്തി കടന്നു പോകുന്നതെന്ന് ചോദിച്ചു. ഇന്ന് അവിടെ നീ എന്നും പോരുന്ന ബസ്സിന് എന്നാ സംഭവിച്ചത് നീ അറിഞ്ഞതെന്ന് ചോദിച്ചു. ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറയുകയാണ് ആ ബസ് നിൻ്റെ കൂട്ടുകാരെല്ലാം ആശുപത്രിയിലാണ്, ആ ബസ് ആക്സിഡൻ്റ് ഉണ്ടായി, എല്ലാവർക്കും ഗുരുതരമായ അവസ്ഥകളാണെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കർത്താവിൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരുവാനും
കർത്താവിൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത്. പുറപ്പാട് 9:16. ഈ വചനം എനിക്ക് ഇപ്പോഴാണ് സത്യം മനസ്സിലായത്. എന്നെ ജീവിക്കാൻ അനുവദിച്ചത് അതിനുവേണ്ടി മാത്രമായിരുന്നു എന്നുള്ളത്. അന്നും പരിശുദ്ധ അമ്മ എന്നെ പൊതിഞ്ഞു പിടിച്ച് ആ വണ്ടിയെ കയറ്റാതെ അന്ന് എന്നെ കൊണ്ടുവന്നുകൊണ്ടാണ് ഇന്ന് ഇതുപോലെ എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ സാധിച്ചത്. സ്വർഗീയ സംരക്ഷണം ലഭിക്കാൻ പരിശുദ്ധ അമ്മയോടൊത്തായിരുന്നാൽ മതിയെന്ന് മോളിച്ചേച്ചിയുടെ അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. അമ്മയുടെ കൂടെ നടന്നപ്പോൾ അമ്മ മാലാഖമാരൊത്ത് സംരക്ഷണം തീർത്ത അനുഭവങ്ങൾ ഈ ജീവിതത്തിൽ നിരവധിയുണ്ട്. ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്കത്തെ കുർബാനയ്ക്ക് പള്ളിയിൽ പോകുമായിരുന്നു. എന്നും എൻ്റെ കൂടെ എൻ്റെ കുഞ്ഞുങ്ങളും കൂടെ ഉണ്ടായിരുന്നു. 3 മക്കളാണ് എനിക്കുള്ളത്. അവരും എൻ്റെ കൂടെ എന്നും വെളുപ്പിന് പള്ളി പോരും. ഞങ്ങൾ കൊന്തയും ചൊല്ലി എല്ലാ ദിവസവും പോകുന്നത്. എന്നാൽ ഒരു ദിവസം അവർക്ക് മക്കൾക്ക് സ്കൂളിൽ എന്താ ധ്യാനം നടക്കുമായതുകൊണ്ട് അവിടെ കുർബാന ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങൾ എൻ്റെ കൂട്ടത്തിൽ അന്ന് പള്ളിയിൽ പോകുന്നില്ല. അന്ന് ഞാൻ ഒറ്റയ്ക്കാണ് പള്ളിയിൽ പോകുന്നത്. എല്ലാ ദിവസവും ഞങ്ങൾ പള്ളിയിൽ പോകുമ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മിഖാൽമാലയെ ഊരി പിടിച്ച വാളുമായിട്ട് ഞങ്ങളുടെ മുന്നിൽ പോകാൻ പറയും. അത് കഴിഞ്ഞ് പരിശുദ്ധ അമ്മയെ, യൗസപിതാവേ, ആ സ്വർഗീയ വൃന്ദം മാലാഖമാരെയും കൂട്ടി ഞങ്ങളുടെ കൂടെ വരാൻ വേണ്ടിയിട്ട് എന്നും വിളിക്കുമായിരുന്നു. അങ്ങനെ വിളിച്ചാണ് എന്നും പോകുന്നത്. അന്ന് ഞാൻ ഒറ്റയ്ക്ക് കൊന്തയും ചൊല്ലി പോയി. ഒരു പുഴ കടന്ന് വേണം പുല്ലുരാമ്പാറ പള്ളിയിലേക്ക് എനിക്ക് പോകണം. കുറേ ദൂരം നടക്കാനുണ്ട് എനിക്ക്. അങ്ങനെ ഞാൻ പോകുന്ന സമയത്ത് പുഴ കടന്ന് പോയി. അന്ന് തിരിച്ചു വന്നു. അന്ന് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിട്ട് വൈകുന്നേരം വരുന്ന സമയത്ത് അയൽവക്കത്തുള്ളൊരു ചേട്ടൻ മക്കളോട് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ ഇന്നലെ ആരായിരുന്നു ഒത്തിരി വിരുന്നുകാർ വന്നതെന്ന് ചോദിച്ചു. അന്നേരം മക്കൾ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ആരും ഇന്നലെ വിരുന്നുകാർ വന്നിട്ടില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അന്നേരം ഉടനെ ആ ചേട്ടൻ ചോദിച്ചു, അപ്പോൾ ഇന്ന് മമ്മി വെളുപ്പിന് പള്ളിയിൽ പോയപ്പോൾ മമ്മിയുടെ കൂട്ടത്തിൽ ഒത്തിരി പേരുണ്ടായിരുന്നല്ലോ പുഴ കടന്ന് പോകുന്ന കണ്ടെന്ന്. അന്നേരം പിള്ളേർ വന്നിട്ട് എന്നോട് പറഞ്ഞു, അമ്മച്ചിയുടെ കൂട്ടത്തിൽ നിന്ന് പള്ളിയിൽ പോയപ്പോൾ ഒത്തിരി പേരുണ്ടായിരുന്നല്ലോ, പള്ളി കഴിഞ്ഞ് പോകുമ്പോൾ എന്നോട് ഇങ്ങനെ ഒരു ചേട്ടൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അന്നേരമാണ് എനിക്ക് മനസ്സിലാകുന്നത് എല്ലാ ദിവസവും ഈ മാലാഖമാരെയും പരിശുദ്ധമ്മയും ഈ മിഖാൽമാലയോടെല്ലാം മുന്നോട്ട് പോകാൻ പറഞ്ഞ് കൊണ്ടുപോകുമ്പോൾ ഞങ്ങളൊരു സൈന്യമായിട്ടാണ് പോകുന്നതെന്നുള്ള സത്യം അന്നാണ് തിരിച്ചറിഞ്ഞത്. അതോട് തന്നെ ചെറുപ്പം മുതലേ ഭയങ്കര പേടിയായിരുന്നു. പുറത്തിറങ്ങാൻ വരെ പേടിയുണ്ടായിരുന്നു. എന്നാൽ ഈ കൊന്തയും ചൊല്ലി ഏത് രാത്രിക്കും എവിടെ പോകാനും ഒരു പേടിയോ ഭയമോ എനിക്കൊരിക്കലുമില്ല. എന്നുവെച്ചാൽ ഞങ്ങൾ വലിയൊരു സൈന്യവുമായിട്ടാണ് പോകുന്നതെന്ന്. അതുപോലെ തന്നെ ജാഗരണ പ്രാർത്ഥനയ്ക്ക് ബരാനിയ നടക്കുന്ന ജാഗരണ പ്രാർത്ഥനയിൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് എല്ലാ മാസങ്ങളും പോകാനും, അതുപോലെ പാതിരാത്രി കഴിഞ്ഞ് വരുന്ന സമയങ്ങളിൽ ഈ പുഴ കടന്ന് വേണം ഞങ്ങൾക്ക് പോരാനും. എന്നാൽ അവിടെയൊക്കെ ഓരോ കള്ളുടിമാരും അതും ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ പോരുന്ന സമയത്ത് അവരൊരു വാക്കുപോലും പറയുമോ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന അവരൊക്കെ വളരെ ബഹുമാനത്തോടെ ഞങ്ങളെ കടത്തിവിടുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ട് അങ്ങാടി നിന്നൊക്കെയാണ്. പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഈ വലിയൊരു സൈന്യ കൂട്ടം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നുള്ളത്. വിളിച്ചു കഴിഞ്ഞാൽ അമ്മ സ്വർഗത്തിലെ മാലാഖമാരെയും കൂട്ടി നമ്മുടെ ചുറ്റുമുണ്ട്. അതോടെ ഒരു പേടിയും ഇന്ന് എവിടെയും ഏത് രാത്രിക്കും പകലും രാത്രിയും ഒരുപോലെ തന്നെയാണ് ഇന്ന് എൻ്റെ മുന്നിൽ. അങ്ങനെ പരിശുദ്ധ അമ്മ എന്നെ കൊണ്ടു നടക്കുകയാണ്. ഞാൻ കോഴിക്കോട് ജില്ലയിലെ ബെരാനിയ ധ്യാന സെൻറ്ററിലാണ് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത്. അവിടെ എല്ലാ വർഷവും അഖണ്ഡ ജപമാലയിൽ കാലണ്ടറുകൾ ഇറക്കുന്നുണ്ട്. ആ കാലണ്ടറുകളുമായിട്ട് ഞാൻ അനേകം വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കാറുണ്ടായിരുന്നു. ഞാൻ ഈ വർഷം അഖണ്ഡ ജപമാലയുടെ കാലണ്ടറുമായിട്ട് കാറ്റുള്ളമല ഇടവകയിൽ കൊണ്ടുപോയി കൊടുത്ത് അവിടുന്ന് തിരിച്ചു പോരുന്ന സമയത്ത് എരപ്പാന്തോട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് എനിക്ക് ബസ് കയറേണ്ടത്. ഞാൻ അവിടെ ഓട്ടോയ്ക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ വന്നപ്പോൾ അറിഞ്ഞു ഇനി വണ്ടികളൊന്നും പോകില്ല, റോഡ് ബ്ലോക്കായി. കൂട്ടാളുടെ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മരം വീണ് കിടക്കുകയാണ്, അതുകൊണ്ട് വണ്ടിയൊന്നും പോകില്ല എന്ന്. അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മയെ കൊടുക്കാനല്ല ഞാൻ ഈ ഇടവകയിൽ വന്നത്, അമ്മ വേഗം പിന്നെ പോകാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഏഷ്യ 45:2 ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതുകൾ താറുകയും ഇരുമ്പ് ഓടാമ്പൽ ഒടിക്കുകയും ചെയ്യുന്നുള്ള ഈ വചനവും പറഞ്ഞയച്ചു. അമ്മയും ഈശോയുടെ വേഗം പോകാൻ പറഞ്ഞു. അങ്ങനെ ഓട്ടോക്കാരനോട് വണ്ടി വിടാൻ പറഞ്ഞ് ഓട്ടോക്കാരൻ മുന്നോട്ട് വണ്ടി കൊണ്ട് പോകുന്ന സ്ഥലത്തെല്ലാം വണ്ടികളെല്ലാം ലൈനായിട്ട് അവിടെ ബ്ലോക്കായി കിടപ്പുണ്ട്. അപ്പോൾ അവരെല്ലാം പറയുന്നുണ്ട്, നിങ്ങൾ എങ്ങോട്ട് പോവുക, ഒരു വണ്ടി അതിലെ കടത്തി വിടിയല്ല, അതിലെ പോകാൻ പറ്റില്ല എന്ന്.
എന്നാൽ ഞങ്ങൾ വീണ്ടും അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നു ചെന്ന് ഈ സ്ഥലത്ത് എത്തിയ സമയത്ത് വലിയൊരു മരം, അവിടെ ഫയർഫോഴ്സ് എല്ലാം വന്നിട്ടുണ്ട്, വലിയ ജനക്കൂട്ടമുണ്ട്. എന്നാൽ ഈ ജനക്കൂട്ടം രണ്ട് സൈഡിലേക്ക് മാറി നിന്ന് ആ ഫയർഫോഴ്സിലെ ആൾ അവിടെ മരം മുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരോട് വേഗം കൈ കാണിച്ചു അവിടെ വണ്ടി നിർത്താൻ, അവരോട് മരം മുറി നിർത്താൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങളോട് കൈ കാണിച്ചു പോരാൻ പറഞ്ഞു. ഈ റോഡിൻ്റെ മറുപുറമായിട്ട് കിടക്കുന്ന അതിൻ്റെ അടിയിൽ കൂടെ ഈ ഓട്ടോയെ കൈ കാണിച്ച് അയാൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിലേ പോയി. എന്നാൽ എല്ലാ മനുഷ്യരും ഈ വണ്ടിക്കകത്തോട്ട് നോക്കുക, ഇത് ആര് വന്നതാ ഈ വണ്ടി, ഇതുപോലെ ഇത്രയും അപ്പുറത്തും ഇപ്പുറത്തും മുഴുവൻ വണ്ടികൾ തടഞ്ഞിട്ടിരിക്കുന്നു, ഒരു വണ്ടിക്കും പോകാൻ പറ്റാതെ മണിക്കൂറുകളായിട്ട് ബ്ലോക്കായി കിടന്ന് അവിടെ ഈ ഓട്ടോ കടത്തി വിട്ടു. പരിശുദ്ധ അമ്മയും ഈശോയും കൂടെ കടന്നു പോകുമ്പോൾ അമ്മയോട് എന്ത് ചോദിച്ചാലും അമ്മ തരും. അതുപോലെ തന്നെ അഖണ്ഡ ജപമാലയുടെ ഈ സമയത്ത് തന്നെ ജപമാല കലണ്ടർ കൊണ്ട് ഒരു കുടുംബം ഓരോ ദിവസവും അമ്മയോട് ചോദിക്കും ഇന്ന് ഏത് വഴിക്കാണ് പോകേണ്ടതെന്ന്. അപ്പോൾ അമ്മ പറയുന്ന അനുസരിച്ചാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം എന്നോട് ഒരു വഴി കാണിച്ചു തന്നു, അതിലേ പോയാൽ മതിയെന്ന്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു മനുഷ്യന് ഒത്തിരി സഭയുടെ ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് ഒത്തിരി മോശമായിട്ട് ഈറ്റ പുലിയെ പോലെ എന്നോട് ചാടി കടിച്ച് സംസാരിക്കുമായിരുന്നു. ഇത് ബദാനിയാന്ന് ഇതുവരെ ഇല്ലാത്ത ഇതുമായിട്ട് എന്തിനു വന്നതാണ് ഇങ്ങനത്തെ ഒരു കാര്യമായിട്ടെന്ന് വന്ന് ചോദിച്ചുകൊണ്ട് ആ മനുഷ്യൻ എന്നോട് ചാടി. അപ്പം ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു പരിശുദ്ധ അമ്മ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അത് പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ മഴ നനഞ്ഞാലും വന്നിരിക്കുന്നതെന്ന് ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു. അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു ഈ കലണ്ടർ നിങ്ങളുടെ വീട്ടിൽ തൂക്കി നമുക്ക് ഒത്തിരി അനുഗ്രഹം കിട്ടുമെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീട്ടിൽ വന്നതെന്ന്. മനസ്സില്ല മനസ്സോടെ ആണെങ്കിലും ആ മനുഷ്യൻ ആ കലണ്ടർ മേടിച്ചു എൻ്റെ കയ്യിൽ നിന്ന്. ഞാൻ പറഞ്ഞു ഈ കലണ്ടർ എൻ്റെ കൺമുമ്പിൽ വെച്ച് ഇവിടെ തൂക്കുമെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ഈ കലണ്ടർ തരുള്ളൂ, ഇല്ല ഞാൻ തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യൻ കലണ്ടർ മേടിച്ച് അവിടെ തിണ്ണെ തന്നെ അപ്പോൾ തന്നെ തൂക്കി. ആ തൂക്കിയ സമയം കൊണ്ട് ആ മനുഷ്യൻ പിന്നെ ആ ഈറ്റപ്പുലിയെ പോലെ എൻ്റെ മുന്നേ ചാടിയ മനുഷ്യൻ ഒരു കുഞ്ഞാടിനെ പോലെ പിന്നെ ആ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ദുഃഖ കഥകൾ എന്നോട് പറയുകയായിരുന്നു. ബരാനെ അമ്മയുടെ അടുത്ത് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അമ്മയുടെ അടുത്ത് മുഴുവൻ പറഞ്ഞ് പ്രാർത്ഥിക്കാം, ചേട്ടനും കുടുംബം എല്ലാം അവിടെ വരണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞ് പോന്നു. അവരിൽ ഒത്തിരി മാറ്റങ്ങൾ, അവരുടെ നിയമങ്ങളെല്ലാം പരിശുദ്ധ അമ്മയുടെ മുന്നിൽ കൊണ്ട് ഞാൻ സമർപ്പിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ എനിക്ക് ഈ കലണ്ടറുകളുമായി പോകാൻ എൻ്റെ കാലിന് തീരെ പറ്റില്ലായിരുന്നു. അസ്ഥി തേയ്മാനം കാരണം ഒട്ടും നടക്കാൻ പറ്റാതെ മഴക്കാലമായി കഴിഞ്ഞാൽ ഒട്ടും പോകാൻ പറ്റില്ല. 6 മാസത്തിനുള്ളിൽ എൻ്റെ ഒരു വശം തളർന്നു പോകുന്നതാണ് ഡോക്ടർമാരെല്ലാം പറഞ്ഞത്. നടക്കാൻ പറ്റാത്ത അവസ്ഥ എന്നുവെച്ചാൽ കൈക്കും കാലിനും അതുപോലെ തേയ്മാനമായിരുന്നു. എന്നാൽ ഞാൻ അമ്മയോട് പറഞ്ഞു എൻ്റെ അമ്മയുടെ കലണ്ടറുമായിട്ട് ഞാൻ പോകും, എനിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല, എന്നാ മഴയാണെങ്കിൽ ഞാൻ പോകുമെന്ന് പറഞ്ഞു. ഈ ജലപ്രളയങ്ങളുടെ സമയത്താണ് ഞാൻ ഓരോ വീട്ടിലും അമ്മയുടെ കലണ്ടറുമായിട്ട് കടന്നു ചെന്നത്. എന്നാൽ ആ പോയ സമയങ്ങളിൽ അമ്മ എനിക്ക് വലിയ സൗഖ്യം തന്നു, എൻ്റെ കാലിനും കൈക്കും. ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞിട്ട് 6 മാസമായിരുന്നു എനിക്ക് പറഞ്ഞിരുന്നത്, എന്നാൽ ഇപ്പം 3 വർഷം കഴിഞ്ഞു, ഒരു കുഴപ്പമില്ലാതെ ഇന്നും പോയിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധ അമ്മ അങ്ങനെ അഖണ്ഡ ജപമാലയുടെ ഒത്തിരി അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട്. ജപമാല പ്രാർത്ഥനകളും മരിയൻ ഭക്തിയും ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന അനുഭവങ്ങൾ നിരവധിയാണ്. പുല്ലൂരാമ്പാറ ബഥാനിയ ധ്യാന കേന്ദ്രത്തിലെ ഒരു ശുശ്രൂഷക കൂടിയായ മോളിച്ചേച്ചിയുടെ ജീവിതത്തിലെ ഓരോ മരിയൻ അനുഭവങ്ങളും പരിശുദ്ധ അമ്മ എന്നും നമ്മോട് കൂടെയുണ്ട് എന്നതിന് തെളിവുകളാണ്. ഞാൻ ഒരു ദിവസം തിരുവാമ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഷോപ്പിങ്ങിന് വേണ്ടി പോയതായിരുന്നു. എവിടെ പോകുമ്പോഴും എപ്പോഴും എൻ്റെ കയ്യിൽ കൊന്ത ഉണ്ടാകുമായിരുന്നു. അങ്ങനെ തിരുവാമ്പാടിയിൽ നിന്ന് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ മടങ്ങി ബസ്സിൽ കയറി കൊന്ത ചെല്ലാൻ വേണ്ടിയിട്ട് കൊന്ത എടുക്കാൻ നോക്കുമ്പോൾ കൊന്ത കാണുന്നില്ല. അപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമായി, എൻ്റെ കൊന്ത എവിടെയോ നഷ്ടപ്പെട്ടു പോയല്ലോ എന്നോർത്ത് അമ്മയോട് ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വീട്ടിൽ വന്ന് ഞാൻ വേറെ കൊന്ത എടുത്ത് കൊന്ത ചെല്ലുന്നുണ്ടെങ്കിലും എനിക്കൊരു സമാധാനമില്ല. എൻ്റെ പോയ കൊന്ത എനിക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി അന്ന് മുതൽ അമ്മയോട് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ തിരുവമ്പാടി ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന സമയത്ത് ഒരു അക്രൈസ്തവനായ മനുഷ്യൻ വന്നിട്ട് എന്നോട് ചോദിക്കുക, ചേച്ചി 2 ആഴ്ച മുമ്പ് എൻ്റെ കടയിൽ വന്ന് കോൾബാറിൽ വന്ന് ചായ കുടിച്ചില്ലായിരുന്നു എന്ന്. ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഞാൻ ചോദിച്ചു ഞാൻ പൈസ തന്നില്ലായിരുന്നു എന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു പൈസ തന്നു ചേച്ചി, അതല്ല ചേച്ചിയുടെ എന്തെങ്കിലും സാധനം നഷ്ടപ്പെട്ടായിരുന്നു ചോദിച്ചു. അപ്പോൾ എനിക്ക് ഒരു ഓർമ്മയും അതില്ല, എന്ത് സാധനം നഷ്ടപ്പെട്ടാൽ ഒന്നും പിടുത്തം കിട്ടിയില്ല.
അത് കഴിഞ്ഞ് ആ ചേട്ടൻ സഹോദരൻ വേഗന്ന് കീശയിൽ നിന്നും ഈ കൊന്ത എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. എൻ്റെ അമ്മയുടെ മുന്നിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, അമ്മ എനിക്കത് തന്നു. എന്നാൽ ആ സഹോദരൻ എന്നോട് പങ്കുവെക്കുകയായിരുന്നു, ഈ കൊന്ത ആ മനുഷ്യൻ്റെ കടയിൽ കിട്ടിയത്, ഞാൻ ആ കടയിൽ കയറി കൂൾ ബാറിൽ ചായ കുടിക്കാൻ കയറുന്ന സമയത്ത് എൻ്റെ ഈ കൊന്തയൊക്കെ ആ സഹോദരൻ കണ്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അത് കഴിഞ്ഞ് അവിടുന്ന് തിരിച്ചു പോരുന്ന സമയത്ത് കൊന്ത അവിടെ ചാടിപ്പോയതും കണ്ടായിരുന്നു പറഞ്ഞു. എന്നിട്ട് പോന്നു. പിന്നെ ആ മനുഷ്യൻ ആ കൊന്ത എടുത്തുകൊണ്ട് ബസ് സ്റ്റാൻഡ് മുഴുവൻ നോക്കിയായിരുന്നു എന്നെ. അന്നേരം കാണാത്തതുകൊണ്ട് വീണ്ടും അത് എടുത്തുകൊണ്ട് ആ അലമാരി തന്നെ കൊണ്ട് വെച്ചെന്ന് പറഞ്ഞു, ആ കൂൾബാറിൻ്റെ അലമാരിയിൽ. എന്നാൽ ആ സഹോദരൻ പറയുകയാണ്, എൻ്റെ കട പൂട്ടാൻ പാകത്തിനിരിക്കുന്ന സമയമായിരുന്നു, ആരും കടയിൽ കയറുന്നില്ലാത്തൊരു സമയത്താണ് ഈ കൊന്ത എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു, ഇത് ക്രിസ്ത്യാനികളുടെ കൊന്തയല്ലേ, ഇത് നമുക്ക് വലിച്ച് തോരെ എറിഞ്ഞ് കളയാം, എന്നാ കാണിക്കാനാണ് ഇവിടെ വച്ചേക്കുന്നത് ചോദിച്ചു. എൻ്റെ മനസ്സിൽ അത് കളയാൻ തോന്നിയില്ല. പക്ഷേ അന്ന് വൈകുന്നേരം തൊട്ട് എൻ്റെ കടയിലേക്ക് ആൾക്കാർ ഒത്തിരി വരാൻ തുടങ്ങി. എൻ്റെ കടയിൽ ഒത്തിരി നിർത്തേണ്ട അവസ്ഥ വന്ന കടയിൽ ഒത്തിരി ചിലവ് വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ കൊന്ത കടന്നു വന്നത് പിന്നെ എൻ്റെ കടയ്ക്ക് പുരോഗമനം ഉണ്ടാകാൻ തുടങ്ങിയത്. ഞാൻ ഈ കൊന്ത കൊടുക്കില്ല എന്ന് ആ മനുഷ്യൻ മനസ്സിൽ തീരുമാനിച്ചു. എന്നാൽ ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മയുടെ മുന്നിൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മ എൻ്റെ കൊന്ത കിട്ടണം, എവിടെ നിന്നാണെങ്കിലും എൻ്റെ കൊന്ത എനിക്ക് തരണമെന്ന് അമ്മയോട് പറഞ്ഞു. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞ സമയത്ത് അപ്പോൾ ഈ മനുഷ്യൻ കൊന്ത കൊടുക്കുന്നില്ല എന്ന് തീരുമാനം എടുത്തായിരുന്നു. എൻ്റെ കടയിൽ ഈ കൊന്ത ഇരുന്നാൽ ഒത്തിരി പുരോഗമനം ഉണ്ടല്ലോ എന്ന് മനസ്സിലായി. എന്നാൽ ഒരാഴ്ച കഴിയുമ്പോൾ തൊട്ട് ആ മനുഷ്യൻ്റെ മനസ്സിലേക്ക് ചിന്ത വരാൻ തുടങ്ങി, ഈ കൊന്ത മടക്കി കൊടുക്കണമെന്ന്. അങ്ങനെ ആ മനുഷ്യനെ എല്ലാ ദിവസവും ആ തിരുവമ്പാടി സ്റ്റാൻഡിലും ആ ഭാഗത്തെല്ലാം നോക്കുമായിരുന്നു പറഞ്ഞു, ഈ ചേച്ചി അവിടെ തിരുവമ്പാടിക്കാനും വന്നിട്ടുണ്ടോ കൊന്ത കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് 2 ആഴ്ച കഴിഞ്ഞ സമയത്ത് എന്നെ ആ സഹോദരൻ കണ്ടുമുട്ടുന്നത്. ഈ കൊന്ത എൻ്റെ കൈ തന്നേൽപ്പിച്ചേച്ചിട്ട് ആ സഹോദരൻ എന്നോട് പറയുകയാണ്, ചേച്ചി ഇടയ്ക്കൊക്കെ തിരുവമ്പാടിക്ക് വരുമ്പോൾ എൻ്റെ കടയിൽ വരണം കേട്ടോ, ചേച്ചി ചായ കുടിച്ച് പൈസ ഒന്നും തരണ്ട, ചേച്ചി ഈ കൊന്തയായിട്ടൊന്ന് വന്നാൽ മതിയെന്ന്. അങ്ങനെ പരിശുദ്ധ അമ്മ ഇത്രമാത്രം എല്ലായിടത്തും പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള എനിക്ക് അങ്ങനെ ഒരു അനിയ അനുഭവമായിരുന്നു ആ സഹോദരനോട് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ. ഞാൻ താമരശ്ശേരി രൂപതയിലെ ബെഥാനിയ ധ്യാന സെൻറ്ററിൽ 5 വർഷത്തോളമായി ശുശ്രൂഷ ചെയ്തു വരുന്നു. ഞാൻ അവിടെ പരിഹാര ചാപ്പലിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം എനിക്കൊരു വല്ലാതെ സംശയം തോന്നി, പരിശുദ്ധ അമ്മ ഞാൻ പ്രാർത്ഥിക്കുന്നതൊക്കെ കേൾക്കുന്നുണ്ടോ, അമ്മ അത് ഈശോയുടെ കൈ കൊടുക്കുന്നുണ്ടോ, ഒരു വലിയ സംശയം തോന്നി. എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അങ്ങനെ അമ്മ എൻ്റെ പ്രാർത്ഥനകളെല്ലാം കൊടുക്കുന്നുണ്ടെങ്കിൽ ഇന്ന് അമ്മ ഈ പരിഹാര ചാപ്പലിൽ ഉണ്ടെന്നുള്ളത് എനിക്കൊരു അടയാളം കാണിച്ചു തരണമെന്ന്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് അന്നത്തെ ദിവസം കുറേ പ്രാർത്ഥിച്ചായിരുന്നു ആ കാര്യത്തിന് വേണ്ടിയിട്ട്. അന്ന് ഉച്ച കഴിഞ്ഞ് ഞാൻ ഊട്ടുമുറിയിലേക്ക് വരുന്ന സമയത്ത് യുവജനങ്ങളുടെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഒരു മകൻ ആ വരാന്തയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നു കണ്ടു. അപ്പോൾ അവനോട് ഞാൻ ചോദിച്ചു, അവിടെ ക്ലാസ് നടക്കുന്ന സമയത്ത് നീ എന്തോ കാഴ്ച കണ്ട്, നീ എങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചു. ഇവൻ എന്നോട് ഒന്നും ഒന്നുമില്ല, അവൻ എന്തോ കാഴ്ച കണ്ടുകൊണ്ട് ഇങ്ങനെ പോകുന്ന ഞാൻ കണ്ടത്. ഞാൻ നോക്കുമ്പോൾ ഇവൻ നേരെ സ്റ്റെപ്പ് കയറി മുകളിലത്തെ നിലയിലാണ് ഈ പരിഹാര ചാപ്പലുള്ളത്. അവൻ അങ്ങോട്ടാണ് കയറി പോകുന്നുണ്ട്. ഞാൻ ഊട്ടുമുറി പോയി തിരിച്ച് വന്ന് പരിഹാര ചാപ്പലിൽ എത്തുമ്പോൾ ഇവൻ അവിടെ മിറ്റിലേ നിന്ന് മുട്ടയെ കുത്തി നിൽപ്പുണ്ട്, കണ്ണു അടച്ച് ഏതോ ലോകത്ത് ഇവൻ നിൽപ്പുണ്ട്. അപ്പം ഞാൻ ഓർത്തു, ഏതായാലും അവന് പരിഹാര ചാപ്പലാണ്, ഇനിയപ്പോൾ അവനെ ഉന്തി ഏൽപ്പിച്ച് വിടുന്നില്ല എന്നോർത്ത് ഞാനും അനങ്ങിയില്ല, അവൻ എപ്പോഴെങ്കിലും ഇഷ്ടമുള്ളപ്പോൾ ഏറ്റു പൊക്കോട്ടെ എന്നോർത്തു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കൗൺസിലിങ്ങിൻ്റെ ദിവസമായിരുന്നു. അന്ന് കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ആ കുഞ്ഞിനെ എൻ്റെ അടുത്താണ് കൗൺസിലിംഗ് കിട്ടിയത്. ആ സമയത്ത് ഈ കൊച്ച് എന്നോട് പറയുകയാണ്, അവൻ ഇന്നലെ ഉണ്ടായ അനുഭവം ഇതുപോലെ. അവന് ഊട്ടുമുറിയിൽ വെള്ളം കുടിച്ച് അവിടെ വെള്ളം കുടിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയ സമയത്ത് ഒരു വെള്ള സാരി ഉടുത്ത ഒരു അമ്മച്ചി, സുന്ദരിയായ അമ്മച്ചി ആ വരാന്തയിൽ കൂടെ നടക്കുന്നെന്ന്. എന്നിട്ട് ഈ അമ്മച്ചി നടക്കുന്നുണ്ട്. ഈ അമ്മച്ചി പോകുന്ന പുറകെ ഇവൻ പോയി. ഈ അമ്മച്ചി അവിടുന്ന് താഴ്ന്ന സ്റ്റെപ്പ് കയറി മുകളിലത്തെ ചാപ്പലിലേക്കാണ്, പരിഹാര ചാപ്പലിലേക്ക് അമ്മച്ചി വന്നത്. അപ്പോൾ ആ കൊച്ചിനെ അറിയത്ത് പോലുമില്ല ഇങ്ങനെ ഒരു പരിഹാര ചാപ്പൽ അവിടെ ഉള്ളതായിട്ട് പോലും. അന്നേരം ഇവൻ എന്നോട് പറയുക, അവിടെ ഒരു മിറ്റിൽ നേരത്തെ ചാപ്പലിലേക്ക് ആ അമ്മച്ചി കയറിപ്പോയി. എന്നിട്ട് അമ്മച്ചി ആ ഏറ്റവും വലിയ നിന്ന മാതാവിൻ്റെ രൂപത്തിൻ്റെ അവിടം വരെ അമ്മച്ചി ചെന്നു. പിന്നെ അമ്മച്ചിയെ കണ്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് ഉറപ്പായി അത് മാതാവാണെന്ന് എനിക്ക് ഉറപ്പായി. അപ്പോൾ ഞാനും ഒരു ഞെട്ടലോടെ ഞാൻ എൻ്റെ അമ്മേനെ, അമ്മ ഈ പരിഹാര ചാപ്പലുണ്ടെന്ന് അടയാളം എനിക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞത്. ഈ കുഞ്ഞ് വേറെ ആരുടെയെങ്കിലും അടുത്തായിരുന്നു കാണിച്ചിട്ട് പോയി ഞാൻ ഈ സംഭവം അറിയിപ്പോയില്ലായിരുന്നു. അങ്ങനെ അടയാളം ചോദിച്ച സമയത്ത് അമ്മ അവിടെ അടയാളമായിട്ട് അമ്മ ഇറങ്ങി വന്നു. അത് വലിയൊരു അനുഭവമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. അതുപോലെ തന്നെ ഈ അഖണ്ഡ ജപമാലയുടെ സമയത്ത് തന്നെ ഈ ബെഥാനിയയിൽ ഒരു വിശുദ്ധ കുർബാനയുടെ സമയത്ത് കുർബാന സ്വീകരിച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്
പരിശുദ്ധ അമ്മ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. അമ്മ ഒരു ബൊക്കയുമായിട്ട് വന്ന് നിൽക്കുന്നു. എന്നിട്ട് അമ്മ എൻ്റെ അമ്മ ഒത്തിരി സന്തോഷത്തോടെ ബൊക്ക എൻ്റെ കയ്യിലേക്ക് തന്നു. പക്ഷേ അത് എനിക്ക് അന്നേരമൊന്നും മനസ്സിലായില്ല. പക്ഷേ അത് കഴിഞ്ഞ പിന്നെ പല പല ശുശ്രൂഷകൾക്കായിട്ട് ഓരോ ഇടവകളിലൂടെ പോകാൻ വേണ്ടി അമ്മ കൊണ്ടുപോകുമായിരുന്നു. ഇപ്പോൾ അതിലൂടെ ഒത്തിരി അനുഗ്രഹങ്ങളും കൃപകളും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ബഥാനിയ ധ്യാന സെൻ്റർ ഡയറക്ടറായ ഞങ്ങളുടെ ബെന്നി അച്ഛൻ്റെ മാതാവിനോടുള്ള വലിയ വിശ്വാസവും പ്രാർത്ഥനയും എന്നെ ഈ അടുത്ത കാലങ്ങളിലെല്ലാം കൂടുതലായിട്ട് ചെല്ലാനുള്ള വലിയ ആഗ്രഹം. ഏത് സഹനത്തിൻ്റെ നടുവിലും ആ ബഥാനിയമ്മ സഹായിക്കുന്നുള്ള അച്ഛൻ്റെ ഓരോ നിമിഷങ്ങളിലുള്ള വാക്കുകൾ, പ്രത്യേകിച്ചും ബഥാനിയയുടെ ആ മതിലുകളെല്ലാം ഇടിഞ്ഞു ചാടിയ സമയങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മ, നമ്മുടെ ബഥാനിയ അമ്മ നമ്മളെ സഹായിക്കുന്നുള്ള അച്ഛൻ്റെ ഓരോ പ്രാവശ്യങ്ങളും വിശുദ്ധ ബലിയിൽ അച്ഛൻ പറയുന്ന ഓരോ വാക്കുകളും അതുപോലെ തന്നെ അച്ഛൻ കിട്ടുന്ന സമയങ്ങളിലെല്ലാം ആ പരിഹാരച്ചാപ്പിൽ വന്നു നിന്ന് പരിശുദ്ധ അമ്മയുടെ മേൽ വന്ന് നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒത്തിരി കണ്ടിട്ടുണ്ട്. ഇതിലൂടെയൊക്കെ ഒത്തിരി അമ്മയെ സ്നേഹിക്കാനും അമ്മയോട് ഒത്തിരി അടുക്കാനും ഈ കാലഘട്ടങ്ങളിൽ ഒത്തിരി സാധിച്ചു. അമ്മേ അമ്മേ എൻ്റെ ആശ്രയമേ